ഇലക്ട്രിക് പൊട്ടൻഷ്യൽ ആൻഡ് കപ്പാസിറ്റൻസ് എന്ന ചാപ്റ്ററിലെ പാർട്ട് 6 വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇക്വിപൊട്ടൻഷ്യൽ സർഫസ് പ്രോപ്പർട്ടീസ്, പൊട്ടൻഷ്യൽ എനർജി എന്നീ ടോപ്പിക്സ് ആണ് ഇതിൽ വിശദീകരിക്കുന്നത്. ഏവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്ന ടോപ്പിക്ക് ഇക്വിപൊട്ടൻഷ്യൽ സർഫസ്. ഇക്വിപൊട്ടൻഷ്യൽ സർഫസ് പേര് തന്നെ എന്താണ്? ഇക്വിപൊട്ടൻഷ്യൽ, ഈക്വൽ പൊട്ടൻഷ്യൽ ആണല്ലേ. അതായത് ഒരു സർഫസിലുള്ള എല്ലാ പോയിന്റിലും ഈക്വൽ പൊട്ടൻഷ്യൽ ആണെങ്കിൽ അതിന് നമുക്ക് എന്ത് വിളിക്കാം? ഇക്വിപൊട്ടൻഷ്യൽ സർഫസ് എന്ന് വിളിക്കാം. ഇപ്പം നമുക്ക് നോക്കാം, ഒരു ചാർജ് ഇരിപ്പുണ്ട്, ഒരു പ്ലസ് ക്യൂ ചാർജ് ഇവിടെ ഇരിപ്പുണ്ട്. ഈ പ്ലസ് ക്യൂ ചാർജിന് r ഡിസ്റ്റൻസ് അകലെ ഞാനൊരു പോയിന്റ് കൺസിഡർ ചെയ്യാണ്. ഇപ്പോൾ പോയിന്റ് നമുക്ക് എ എന്ന് കൊടുക്കാം. അപ്പോൾ ഇവിടുത്തെ പൊട്ടൻഷ്യൽ v ആണെന്നിരിക്കട്ടെ. അതായത് ഒരു ചാർജിൻ്റെ ഒരു r ഡിസ്റ്റൻസ് അകലെ എ എന്ന് പറയുന്നൊരു പോയിന്റ് കൺസിഡർ ചെയ്തു, അവിടുത്തെ പൊട്ടൻഷ്യൽ v. ഇനി ഞാൻ മറ്റൊരു പോയിന്റ് കൺസിഡർ ചെയ്യാണ്, അതും ഈ ചാർജിൽ നിന്നും r ഡിസ്റ്റൻസ് അകലെയാണ്, ആ പോയിന്റ് b. വീണ്ടും ഞാനൊരു പോയിന്റ് കൺസിഡർ ചെയ്യാണ്, r ഡിസ്റ്റൻസ് അകലെ പോയിന്റ് c. അങ്ങനെയാണെങ്കിൽ ഈ r ഡിസ്റ്റൻസ് ഉള്ള പോയിന്റുകളിലെല്ലാം എന്ത് തന്നെയായിരിക്കും? സെയിം പൊട്ടൻഷ്യൽ ആയിരിക്കും അല്ലേ? സെയിം പൊട്ടൻഷ്യൽ ആയിരിക്കും. അതായത് ചാർജും അതിൻ്റെ ഡിസ്റ്റൻസും എന്താണ്? സെയിം ആണ്. അപ്പോൾ എന്തായിരിക്കും? സെയിം പൊട്ടൻഷ്യൽ ആയിരിക്കും. ഇങ്ങനെ സെയിം പൊട്ടൻഷ്യൽ ഉള്ള പോയിന്റ്സിനെ എല്ലാം കൂടെ ചേർത്ത് നമ്മളൊരു സർഫസിനെ നമ്മളിങ്ങനെ ഒരു ഷേപ്പ്, ഒരു ജോമെട്രിക്കൽ ഷേപ്പ് കൊടുക്കുകയാണെങ്കിൽ അതിനെ നമുക്ക് എന്ത് വിളിക്കാം? ആ സർഫസിനെ നമുക്ക് എന്ത് വിളിക്കാം? ഇക്വിപൊട്ടൻഷ്യൽ സർഫസ് എന്ന് വിളിക്കാം അല്ലേ. അതായത് ഒരേ പൊട്ടൻഷ്യലുള്ള പോയിന്റ്സിനെ എല്ലാം കൂടെ ചേർത്ത് നമ്മളൊരു സർഫസ് നമ്മൾ ഇമാജിൻ ചെയ്യുകയാണെങ്കിൽ ആ സർഫസിനെ നമുക്ക് എന്ത് വിളിക്കാം? ഇക്വിപൊട്ടൻഷ്യൽ സർഫസ് എന്ന് വിളിക്കാം. അപ്പോൾ ഒരു പോയിന്റ് ചാർജിനെ സംബന്ധിച്ച് ഒരേ ഡിസ്റ്റൻസിലുള്ള പോയിന്റ്സിലെല്ലാം എന്തായിരിക്കും? ഈക്വൽ പൊട്ടൻഷ്യൽ ആയിരിക്കും. അതായത് പൊട്ടൻഷ്യൽ എല്ലാം സെയിം ആയിരിക്കും. ഇപ്പോൾ നമുക്ക് മനസ്സിലായി, ഒരു പോയിന്റ് ചാർജിന് ചുറ്റും നമ്മൾ ഇതുപോലെ ഒരു ഇക്വിപൊട്ടൻഷ്യൽ കൺസിഡർ ചെയ്തപ്പോൾ അതിന് എന്ത് ഷേപ്പാണുള്ളതെന്ന് നമുക്ക് മനസ്സിലായി. സ്ഫെറിക്കൽ ഷേപ്പാണുള്ളതെന്ന് നമുക്ക് മനസ്സിലായി. അപ്പോൾ ഈ ഇക്വിപൊട്ടൻഷ്യൽ സർഫസ് എന്ന് പറയുമ്പോൾ നമുക്ക് എന്താ മനസ്സിലാവേണ്ടത്? സർഫസിൽ എന്തായിരിക്കും? കോൺസ്റ്റന്റ് പൊട്ടൻഷ്യൽ അല്ലെങ്കിൽ നമുക്ക് എന്ത് പറയാം? കോൺസ്റ്റന്റ് പൊട്ടൻഷ്യൽ അല്ലെങ്കിൽ ഈക്വൽ പൊട്ടൻഷ്യൽ ആയിരിക്കും അല്ലേ. അത്തരം സർഫസിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? ഇക്വിപൊട്ടൻഷ്യൽ സർഫസ് എന്ന് വിളിക്കുന്നത്. ഇനി നമുക്ക് ഇക്വിപൊട്ടൻഷ്യൽ സർഫസിന്റെ കുറച്ച് പ്രോപ്പർട്ടീസ് നോക്കാം. അപ്പോൾ ഇക്വിപൊട്ടൻഷ്യൽ സർഫസ് എന്ന് പറയുന്നത് എ സർഫസ് ഓവർ വിച്ച് പൊട്ടൻഷ്യൽ ഈസ് സെയിം ഈസ് കോൾഡ് ഇക്വിപൊട്ടൻഷ്യൽ സർഫസ്. ഇനി ഇത്തരം സർഫസിന്റെ കുറച്ച് പ്രോപ്പർട്ടീസ് നമുക്ക് പഠിക്കാം. നമുക്ക് 6 പ്രോപ്പർട്ടീസ് പഠിക്കാം. അപ്പോൾ ആദ്യത്തെ പ്രോപ്പർട്ടീസിലോട്ട് നമുക്ക് കടക്കാം. 2 ഇക്വിപൊട്ടൻഷ്യൽ സർഫസ് ഉണ്ടെന്ന് വെച്ചു. ഇപ്പം ഞാനൊരു പോയിന്റ് ചാർജിൻ്റെ കേസിൽ എടുക്കുകയാണെങ്കിൽ 2 ഇക്വിപൊട്ടൻഷ്യൽ സർഫസ്, ഇതൊരു ചാർജ് ഉണ്ടാക്കുന്ന ഇക്വിപൊട്ടൻഷ്യൽ സർഫസ്, അതുപോലെ അതിൻ്റെ മറ്റൊരു ഇക്വിപൊട്ടൻഷ്യൽ സർഫസ് ആണ്. r1 ഡിസ്റ്റൻസ് അകലെയുള്ള ഇക്വിപൊട്ടൻഷ്യൽ സർഫസ്, ഇത് r2 ഡിസ്റ്റൻസ് അകലെയുള്ള ഇക്വിപൊട്ടൻഷ്യൽ സർഫസ്. ഈ ഇക്വിപൊട്ടൻഷ്യൽ സർഫസ് തമ്മിൽ ഒരിക്കലും കൂട്ടിമുട്ടത്തില്ല. അതായത് ഇക്വിപൊട്ടൻഷ്യൽ സർഫസ് വിൽ നെവർ ഇൻ്റർസെക്റ്റ്. ഇപ്പോൾ ഇങ്ങനൊരു ഇക്വിപൊട്ടൻഷ്യൽ സർഫസ് തമ്മിൽ കൂട്ടിമുട്ടുകയാണെങ്കിൽ എന്താണ് സംഭവിക്കുന്നത്? ഈ ഒരു പോയിന്റിൽ എന്ത് വരും? ഒരു പോയിന്റിൽ തന്നെ പൊട്ടൻഷ്യലിന് 2 വാല്യൂ വരും അല്ലേ. ഒരു പൊട്ടൻഷ്യലിന് എത്ര വാല്യൂ വരും? 2 വാല്യൂ. ഈ ഇൻ്റർസെക്റ്റ് ചെയ്യുന്ന പോയിന്റിൽ പൊട്ടൻഷ്യലിന് 2 വാല്യൂ വരും. അത് പോസിബിൾ ആണോ? അല്ല. അപ്പോൾ നമുക്കറിയാം, 2 ഇക്വിപൊട്ടൻഷ്യൽ സർഫസ് വിൽ നെവർ ഇൻ്റർസെക്റ്റ്, ഒരിക്കലും ഇൻ്റർസെക്റ്റ് ചെയ്യില്ല. 2 ഇക്വിപൊട്ടൻഷ്യൽ സർഫസ് ഇൻ്റർസെക്റ്റ് ചെയ്യില്ല. അങ്ങനെ ഇൻ്റർസെക്റ്റ് ചെയ്താൽ ഇഫ് ദേ ഇൻ്റർസെക്റ്റ് പൊട്ടൻഷ്യൽ വിൽ ഹാവ് 2 വാല്യൂസ് അറ്റ് ദാറ്റ് പോയിന്റ് ഓഫ് ഇൻ്റർസെക്ഷൻ വിച്ച് ഈസ് നോട്ട് പോസിബിൾ. ഇപ്പോൾ 2 ഇക്വിപൊട്ടൻഷ്യൽ സർഫസ് തമ്മിൽ കൂട്ടിമുട്ടില്ല. അങ്ങനെ കൂട്ടിമുട്ടുകയാണെങ്കിൽ എന്താണ് സംഭവിക്കുന്നത്? ആ ഒരു പോയിന്റ് ഓഫ് ഇൻ്റർസെക്ഷനിൽ പൊട്ടൻഷ്യലിന് എത്ര വാല്യൂ വരും? 2 വാല്യൂ വരും അല്ലേ. അത് പോസിബിൾ അല്ല. ഓക്കെ, ഇനി നമുക്ക് രണ്ടാമത്തെ പ്രോപ്പർട്ടിയിലോട്ട് നോക്കാം. ദ ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ് ആർ ആൾവേസ് പെർപെൻഡിക്കുലർ ടു ദ ഇക്വിപൊട്ടൻഷ്യൽ സർഫസസ്. അപ്പോൾ ഇലക്ട്രിക് ഫീൽഡ് ലൈൻസിൻ്റെ ഡയറക്ഷൻ എങ്ങോട്ടാണ്? ഇക്വിപൊട്ടൻഷ്യൽ സർഫസിന് പെർപെൻഡിക്കുലർ ആയിട്ടാണ് ഇലക്ട്രിക് ഫീൽഡ് ലൈൻസിൻ്റെ ഡയറക്ഷൻ എന്ന് പറയുന്നത്. അപ്പോൾ
ഇലക്ട്രിക് ഫീൽഡ് ലൈൻസിൻ്റെ ഡയറക്ഷൻ എന്ന് പറയുന്നത് ഇക്യൂ പൊട്ടൻഷ്യൽ സർഫസിൻ്റെ പെർപെൻഡിക്കുലർ ഡയറക്ഷൻ ആണല്ലേ. ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ് ആർ ആൾവേസ് പെർപെൻഡിക്കുലർ ടു ദി ഇക്യൂ പൊട്ടൻഷ്യൽ സർഫസസ്. ഇനി നമുക്ക് മൂന്നാമത്തെ പോയിന്റിലോട്ട് കടക്കാം. ദ വർക്ക് ഡൺ ടു ടേക്ക് എ ചാർജ് ഓൺ ആൻ ഇക്യൂ പൊട്ടൻഷ്യൽ സർഫസ് ഈസ് 0. അതായത് ഒരു ചാർജിനെ മൂവ് ചെയ്യിക്കാൻ ഇക്യൂ പൊട്ടൻഷ്യൽ സർഫസിൽ വേണ്ടി വരുന്ന വർക്ക് ഡൺ എത്രയാണെന്നാണ് പറഞ്ഞിരിക്കുന്നത്? 0. നമുക്കറിയാം വർക്ക് ഡണിൻ്റെ ഫോർമുല എന്താണ്? വർക്ക് ഡൺ എന്ന് പറയുന്നത് എന്താണ്? Q ഇൻറ്റു ഫൈനൽ പൊട്ടൻഷ്യൽ മൈനസ് ഇനിഷ്യൽ പൊട്ടൻഷ്യൽ. നമ്മളത് കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചതാണല്ലേ. Q ഇൻറ്റു ഫൈനൽ പൊട്ടൻഷ്യൽ മൈനസ് ഇനിഷ്യൽ പൊട്ടൻഷ്യൽ. പക്ഷെ നമുക്കറിയാം ഇക്യൂ പൊട്ടൻഷ്യൽ സർഫസ് എന്ന് പറഞ്ഞാൽ അതിലെ പോയിന്റ്സിൽ എല്ലായിടത്തും എങ്ങനെയാണ്? ഈക്വൽ പൊട്ടൻഷ്യൽ ആണല്ലേ. അപ്പോൾ വി വിയുടെ പൊട്ടൻഷ്യലും വി എയുടെ പൊട്ടൻഷ്യലും സെയിം ആണ്. അപ്പോൾ വി മൈനസ് വി എന്ന് പറയുന്നത് എന്താണ്? 0 ആണല്ലേ. അപ്പോൾ Q ഇൻറ്റു 0 0. അപ്പോൾ ഒരു ഇക്യൂ പൊട്ടൻഷ്യൽ സർഫസിൽ ഒരു ചാർജിനെ നമുക്ക് എടുക്കാൻ വേണ്ട വർക്ക് ഡൺ എന്ന് പറയുന്നത് എത്രയായിരിക്കും? 0 ആയിരിക്കും. അതാണ് മൂന്നാമത്തെ പ്രോപ്പർട്ടി. ദ വർക്ക് ഡൺ ടു ടേക്ക് എ ചാർജ് ഓൺ ആൻ ഇക്യൂ പൊട്ടൻഷ്യൽ സർഫസ് ഈസ് 0. ഒരു ഇക്യൂ പൊട്ടൻഷ്യൽ സർഫസിലെ ഒരു ചാർജിനെ മൂവ് ചെയ്യിക്കാൻ വേണ്ട വർക്ക് ഡൺ എന്ന് പറയുന്നത് എത്രയായിരിക്കും? 0 ആയിരിക്കും. ഇനി നമുക്ക് നാലാമത്തെ പ്രോപ്പർട്ടി നോക്കാം. ഫോർ എ പോയിന്റ് ചാർജ് ഇക്യൂ പൊട്ടൻഷ്യൽ സർഫസ് ഈസ് സ്ഫെറിക്കൽ. ഒരു പോയിന്റ് ചാർജിന്റെ ഇക്യൂ പൊട്ടൻഷ്യൽ സർഫസ് സ്ഫെറിക്കലാണ്. നമ്മൾ ആദ്യമേ ഇക്യൂ പൊട്ടൻഷ്യൽ സർഫസ് പറഞ്ഞപ്പോഴേ ഈ ഒരു പോയിന്റ് പറഞ്ഞായിരുന്നു. ഒരു പോയിന്റ് ചാർജ്, ഇവിടെ ഒരു +Q ചാർജാണ് ഇരിക്കുന്നത്. ഈ +Q ചാർജിന്റെ ഏകദേശം ഒരേ ഡിസ്റ്റൻസ് വരുന്ന പോയിന്റ്, ഒരേ ഡിസ്റ്റൻസ് ഞാൻ ഇപ്പോൾ ഈ വരയ്ക്കുന്ന ഒരേ ഡിസ്റ്റൻസ് വരുന്ന പോയിന്റുകൾ എല്ലാം കൂടെ ചേർത്ത് നമ്മളൊരു ഷേപ്പ് ഉണ്ടാക്കുകയാണെങ്കിൽ അതെന്താണ്? സ്ഫെറിക്കൽ ഷേപ്പാണല്ലേ. ഇനി അതുപോലെ ഈ ക്യൂവിൽ നിന്നും ഈ ഒരു ഡിസ്റ്റൻസിലുള്ള എല്ലാ പോയിന്റിനെയും ചേർത്ത് നമ്മളൊരു ഷേപ്പ് ഉണ്ടാക്കുകയാണെങ്കിൽ അതും എന്ത് തന്നെയാണ്? സ്ഫെറിക്കൽ ഷേപ്പാണ്. നമുക്ക് അഞ്ചാമത്തെ പോയിന്റ് നോക്കാം. ഫോർ ആൻ യൂണിഫോം ഇലക്ട്രിക് ഫീൽഡ് ഇക്യൂ പൊട്ടൻഷ്യൽ സർഫസ് ഈസ് പാരലൽ പ്ലെയിൻ. ഒരു യൂണിഫോം ഇലക്ട്രിക് ഫീൽഡിലുള്ള ഇക്യൂ പൊട്ടൻഷ്യൽ സർഫസിന്റെ ഷേപ്പ് എങ്ങനെയായിരിക്കും? പാരലൽ പ്ലെയിൻസ് ആയിരിക്കും. അപ്പോൾ ഇക്യൂ പൊട്ടൻഷ്യൽ സർഫസിന്റെ ആ ഒരു ഷേപ്പാണ് ഈ കാണിച്ചിരിക്കുന്നത്. എങ്ങനെയാണ് ഇരിക്കുന്നത്? പാരലൽ പ്ലെയിൻസ് ആയിട്ടാണ് ഇരിക്കുന്നത്. ഒരു യൂണിഫോം ഇലക്ട്രിക് ഫീൽഡിൽ പാരലൽ പ്ലെയിൻസ് ആയിരിക്കും. പോയിന്റ് ചാർജിൽ എങ്ങനെയായിരുന്നു? സ്ഫെറിക്കൽ ആയിരുന്നു. യൂണിഫോം ഇലക്ട്രിക് ഫീൽഡിൽ ഇക്യൂ പൊട്ടൻഷ്യൽ സർഫസിന്റെ ഷേപ്പ് എന്ന് പറയുന്നത് പാരലൽ പ്ലെയിൻ ആയിരിക്കും. ഇനി രണ്ട് പോസിറ്റീവ് ചാർജസ് അടുത്തടുത്തിരിക്കുകയാണെങ്കിൽ, അതായത് ഫോർ എ സിസ്റ്റം ഓഫ് പോസിറ്റീവ് ചാർജസ്, രണ്ട് പോസിറ്റീവ് ചാർജസ് അടുത്തുണ്ടെങ്കിൽ അവ രൂപീകരിക്കുന്ന ഇക്യൂ പൊട്ടൻഷ്യലിന്റെ ഷേപ്പാണ് ഈ കൊടുത്തിരിക്കുന്നത്. ഈ രീതിയിലുള്ള ഈ ഷേപ്പിലായിരിക്കും ഇക്യൂ പൊട്ടൻഷ്യൽ കാണുന്നത്. ഇപ്പം നമുക്ക് കാണാം ഈ എൻഡുകളിൽ കുറച്ചുകൂടെ ക്രൗഡഡ് ആണല്ലേ. ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ് കുറച്ചുകൂടെ ക്രൗഡഡ് ആണ്. ഇവിടെ ആണെങ്കിലോ കുറച്ചിങ്ങനെ അകന്നകന്നിങ്ങനെ വരികയാണ്. അപ്പം ഈ പോസിറ്റീവ് ചാർജസിൻ്റെ സിസ്റ്റത്തിലുള്ള ഇക്യൂ പൊട്ടൻഷ്യൽ സർഫസിൻ്റെ ഷേപ്പ് ഇതാണ്. ഇനി ഒരു പോസിറ്റീവ് ചാർജും നെഗറ്റീവ് ചാർജും ആണെങ്കിലോ, പോസിറ്റീവ് നെഗറ്റീവ് എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലായി എന്താണ്? ഡൈപോൾ ആണല്ലേ. അപ്പോൾ ഒരു പോസിറ്റീവ് ചാർജും നെഗറ്റീവ് ചാർജും ഉണ്ടാക്കുന്ന ഈ ഇക്യൂ പൊട്ടൻഷ്യൽ സർഫസിൻ്റെ ഷേപ്പ് ഇങ്ങനെ ആയിരിക്കും. രണ്ടും തമ്മിലുള്ള വ്യത്യാസം നോക്കിയാൽ മതി. ഇതിലെങ്ങനെയാണ് ഈ പോസിറ്റീവ് നെഗറ്റീവ് ഇരിക്കുന്ന ഭാഗത്താണ് ഒരു ക്രൗഡഡ് ആയിട്ട് വരുന്നത്, മറ്റേത് കുറച്ച് അകന്നകന്നാണ് പോകുന്നത്. ഇതിൽ നേരെ തിരിച്ചാണ്. അപ്പോൾ ഈ രണ്ടും നിങ്ങൾ ഷേപ്പ് ഒന്ന് വരച്ച് പഠിക്കുക. പോസിറ്റീവ് ചാർജസ് വരുന്നതിൻ്റെ ഇക്യൂ പൊട്ടൻഷ്യൽ സർഫസിൻ്റെ ഷേപ്പ് ഇതാണ്. ഇലക്ട്രിക് ഡൈപോൾ അല്ലെങ്കിൽ പോസിറ്റീവ് നെഗറ്റീവ് വരുന്നതിൻ്റെ ഇക്യൂ പൊട്ടൻഷ്യൽ സർഫസിൻ്റെ ഷേപ്പ് ഇതാണ്. അടുത്ത ടോപ്പിക് ഇതാണ്. പൊട്ടൻഷ്യൽ എനർജി ഓഫ് എ സിസ്റ്റം ഓഫ് 3 ചാർജസ്. പൊട്ടൻഷ്യൽ എനർജി ഓഫ് എ സിസ്റ്റം ഓഫ് 3 ചാർജസ്. അപ്പോൾ ഇത് പഠിക്കുന്നതിന് മുന്നേ ആയിട്ട് നമുക്ക് പൊട്ടൻഷ്യൽ എനർജി എന്താണെന്നുള്ളത് നോക്കാം. അപ്പോൾ നമ്മൾ നേരത്തെ പൊട്ടൻഷ്യൽ പറഞ്ഞതിൻ്റെ ആ കോൺസെപ്റ്റിന് സിമിലർ ആണ്. അപ്പോൾ നമുക്ക് പറയാം, നേരത്തെ നമ്മൾ എങ്ങനെയാണ് കൺസിഡർ ചെയ്ത് ഒരു ചാർജ് ഉണ്ട്. ചാർജിൻ്റെ ഇലക്ട്രിക് ഫീൽഡ് നമ്മൾ പി എന്ന് പറയുന്ന ഒരു പോയിന്റ് കൺസിഡർ ചെയ്തു. അവിടെ ഒരു ഇൻഫിനിറ്റിയിൽ നിന്നും നമ്മൾ എന്ത് ചെയ്തു? ഒരു യൂണിറ്റ് പോസിറ്റീവ് ടെസ്റ്റ് ചാർജിനെയാണ് പി എന്ന് പറയുന്ന പോയിന്റിലോട്ട് കൊണ്ടുവന്നത്. ഇപ്പോൾ നമ്മൾ കൊണ്ടുവരുന്നത് ക്യൂ എന്ന് പറയുന്ന ഒരു ചാർജിനെയാണ് കൊണ്ടുവരാൻ പോകുന്നത്. ക്യൂ എന്ന് പറയുന്ന ഒരു ചാർജിനെ ഇൻഫിനിറ്റിയിൽ നിന്നും ഈ പി എന്ന് പറയുന്ന പോയിന്റിലോട്ട് കൊണ്ടുവന്നപ്പോൾ ക്യൂ എവിടെ എത്തി? ഈ പി എന്ന് പറയുന്ന പോയിന്റിലോട്ട് ക്യൂ എത്തി അല്ലേ. ക്യൂ എന്ന് പറയുന്നത് പി എന്ന് പറയുന്ന പോയിന്റിൽ ഇരിപ്പുണ്ട്. അപ്പോൾ ഇവിടെ
ഇവിടെ ഉണ്ടായ വർക്ക് ഡൺ എന്തായി? എനർജി ആയിട്ട് ഈ ചാർജിൽ സ്റ്റോർ ചെയ്തു അല്ലേ? വർക്ക് ഡൺ എന്ത് ചെയ്തു? എനർജി ആയിട്ട് ഈ കൊണ്ടുവന്ന ഈ ചാർജിൽ സ്റ്റോർ ചെയ്തു. അങ്ങനെ സ്റ്റോർ ചെയ്ത എനർജിയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? പൊട്ടൻഷ്യൽ എനർജി എന്ന് വിളിക്കുന്നത്. അതായത് ഇൻഫിനിറ്റിയിൽ നിന്നും Q എന്ന് പറയുന്ന ചാർജിനെ P എന്ന പോയിന്റിലോട്ട് കൊണ്ടുവന്നു. അപ്പോൾ ഉണ്ടായ വർക്ക് ഡൺ അല്ലെങ്കിൽ എനർജി എന്തായി സ്റ്റോർ ചെയ്തു? പൊട്ടൻഷ്യൽ എനർജി ആയിട്ട് ഈ ചാർജിൽ സ്റ്റോർ ചെയ്തു. അതായത് പൊട്ടൻഷ്യൽ എനർജി U എന്ന് പറയുന്നത് Q ഇൻറ്റു V എന്ന് പറയാം അല്ലേ? അതായത് ഈ ചാർജിൽ V എന്ന് പറയുന്ന പൊട്ടൻഷ്യൽ എന്ത് ചെയ്തു? സ്റ്റോറായി. അപ്പോൾ പൊട്ടൻഷ്യൽ എനർജി U എന്ന് പറയുന്നത് U ഈക്വൽ ടു Q ഇൻറ്റു V എന്ന് പറയാം. U ഈക്വൽ ടു Q ഇൻറ്റു V. അപ്പോൾ പൊട്ടൻഷ്യൽ എനർജി അറ്റ് എനി പോയിന്റ് ഇൻ ആൻ ഇലക്ട്രിക് ഫീൽഡ് ഈസ് ദ വർക്ക് ഡൺ ടു ബ്രിങ് എ ചാർജ് Q ഫ്രം ഇൻഫിനിറ്റി ടു ദാറ്റ് പോയിന്റ്. പൊട്ടൻഷ്യൽ എനർജി എങ്ങനെ കണ്ടുപിടിക്കുക? Q ഇൻറ്റു V. Q എന്ന് പറയുന്ന ചാർജാണ്, V എന്ന് പറയുന്നത് പൊട്ടൻഷ്യലാണ്. ഇനി നമ്മുടെ ടോപ്പിക് എന്താണ്? പൊട്ടൻഷ്യൽ എനർജി ഓഫ് എ സിസ്റ്റം ഓഫ് 3 ചാർജസ്. 3 ചാർജസിന്റെ ഇടയിലുള്ള 3 ചാർജസിൽ ഉണ്ടാകുന്ന പൊട്ടൻഷ്യൽ എനർജിയുടെ ഇക്വേഷനാണ് നമ്മൾ എഴുതാൻ പോകുന്നത്. നോക്കാം. നമ്മൾ 3 ചാർജിനെ കൺസിഡർ ചെയ്യുന്നു. Q1, Q2, Q3. ഇനി Q1ഉം Q2ഉം തമ്മിലുള്ള ഡിസ്റ്റൻസ് നമ്മൾ R12 എന്ന് കൊടുക്കുന്നു. Q1ഉം Q2ഉം തമ്മിലുള്ള ഡിസ്റ്റൻസ് R12. Q2ഉം Q3യും തമ്മിലുള്ള ഡിസ്റ്റൻസ് എന്ത് കൊടുക്കാം? R23. Q1ഉം Q3യും തമ്മിലുള്ള ഡിസ്റ്റൻസ് R13. ഇനി നമുക്ക് ഇവ രണ്ടും തമ്മിൽ എന്തുണ്ടാവും? ഒരു പൊട്ടൻഷ്യൽ എനർജി ഉണ്ടാവും അല്ലേ? ആ പൊട്ടൻഷ്യൽ എനർജി നമുക്ക് U12 എന്ന് കൊടുക്കാം. Q2ഉം Q3യും തമ്മിലുള്ള പൊട്ടൻഷ്യൽ എനർജി എന്താണ്? U23 ആണ്. Q1ഉം Q3യും തമ്മിലുള്ളത് U13 ആണ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് ടോട്ടൽ പൊട്ടൻഷ്യൽ എനർജി എങ്ങനെ എഴുതാം? ടോട്ടൽ പൊട്ടൻഷ്യൽ എനർജി U ഈക്വൽ ടു U12 പ്ലസ് U23 പ്ലസ് U13. ഓരോ പൊട്ടൻഷ്യലിനെ നമ്മൾ എന്ത് ചെയ്താൽ മതി? സം ചെയ്താൽ മതി അല്ലേ? ടോട്ടൽ പൊട്ടൻഷ്യൽ എനർജി കണ്ടുപിടിക്കാൻ. ഇനി നമുക്ക് U12 എഴുതാം. നമുക്കറിയാം പൊട്ടൻഷ്യലാണ് ഈ ഒരു പൊട്ടൻഷ്യൽ എനർജി ആയിട്ട് സ്റ്റോർ ചെയ്യുന്നത് അല്ലേ? പൊട്ടൻഷ്യലിൻ്റെ ഫോർമുല നമുക്കറിയാം K ഇൻറ്റു Q ഡിവൈഡഡ് ബൈ R ആണല്ലേ? ഇവിടെ രണ്ടാമത്തെ ചാർജ് എന്ന് പറയുന്നത് ഒരു യൂണിറ്റ് പോസിറ്റീവ് ടെസ്റ്റ് ചാർജ് ആയതുകൊണ്ടാണ് അത് 1 ആയി KQ ബൈ R ആണ്. വേറൊരു ചാർജും കൂടെ ഉണ്ടെങ്കിലോ ആ ചാർജിനെയും കൂടെ നമ്മൾ കൺസിഡർ ചെയ്യണം അല്ലേ? അപ്പോൾ നമുക്ക് നോക്കാം. U12 നമുക്ക് എഴുതാം K ഇൻറ്റു ഇവിടെ ഏതൊക്കെ ചാർജ് ഉണ്ട്? Q1 ഉണ്ട്, Q2 ഉണ്ട്. അപ്പോൾ K ഇൻറ്റു Q1 Q2 അവ തമ്മിലുള്ള ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് എത്രയാണ്? R12. ഇനി നമുക്ക് U23 എഴുതാം. K ഇൻറ്റു Q2 Q3 ഡിവൈഡഡ് ബൈ ഡിസ്റ്റൻസ് എത്രയാണ്? R23. ഇനി U13 എഴുതാം. ഏതൊക്കെ ചാർജ് തമ്മിലാണ്? Q1ഉം Q3യും. അപ്പോൾ K ഇൻറ്റു Q1 Q3 ഡിവൈഡഡ് ബൈ R13. ഇനി നമുക്ക് ടോട്ടൽ പൊട്ടൻഷ്യൽ കാണാൻ എന്ത് ചെയ്താൽ മതി? ഇതിനെല്ലാം കൂടി സം ചെയ്താൽ മതി അല്ലേ? അപ്പോൾ K കോമൺ ആയതുകൊണ്ട് നമുക്ക് കോമൺ ആയിട്ട് എടുക്കാം. ബാലൻസ് വരുന്ന Q1 Q2 ബൈ R12 പ്ലസ് Q2 Q3 ബൈ R23 പ്ലസ് Q1 Q3 ബൈ R13. കെയുടെ വാല്യൂ നമുക്ക് ഇട്ട് കൊടുക്കാം. 1/4πε0. ബാലൻസ് വരുന്നത് Q1 Q2 ബൈ R12 പ്ലസ് Q2 Q3 ബൈ R23 പ്ലസ് Q1 Q3 ബൈ R13. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഇൻഡിവിജ്വൽ പൊട്ടൻഷ്യലിനെ എന്ത് ചെയ്തു? ആഡ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? ടോട്ടൽ പൊട്ടൻഷ്യൽ എനർജി കിട്ടും അല്ലേ? അപ്പോൾ ടോട്ടൽ പൊട്ടൻഷ്യൽ എനർജി U എന്ന് പറയുന്നത് എന്താണ്? 1/4πε0 Q1 Q2 ബൈ R12 പ്ലസ് Q2 Q3 ബൈ R23 പ്ലസ് Q1 Q3 ബൈ R13. ഇതോടുകൂടി ഈ വീഡിയോ അവസാനിക്കുന്നു. നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ബോക്സിൽ അറിയിക്കുമല്ലോ.